ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിലാണ്. കാഴ്ചകൾ കാണാം. ആശ്രമത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ മൊത്തം കോഴിക്കോട് കാണാമെന്നാണ് പറയുന്നത്. അത് ഒരു തരത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. കാരണം പല ആംഗിളിലുള്ള കോഴിക്കോടിൻ്റെ ഒരു ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആശ്രമത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കാല് കഴുകി വൃത്തിയാക്കണം എന്നാണ് അവർ പറയുന്നത്. അതിവിടെ വരുന്ന എല്ലാ ആളുകളും ചെയ്തിരിക്കണം. ഇവിടെ എല്ലാ മതത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത് താമരയുടെ ആകൃതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഫോട്ടോഗ്രാഫി പാടില്ല കേട്ടോ. അപ്പോൾ കരുണാകര ഗുരുക്കളുടെ സമാധി അവിടെയാണ് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അടുത്തേക്കുന്ന ഈ പൂക്കൾ ശരിയാക്കുന്ന ആ അമ്മ പറഞ്ഞു തന്നത് ഇത് കരുണാകര ഗുരുക്കളുടെ പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന സ്ഥലമാണെന്നാണ്. ഞാൻ പറഞ്ഞത് സമാധി ഇരിക്കുകയാണെന്നാണല്ലോ. അപ്പോൾ എന്തായാലും ഈ സൈഡിലൊരു മണി തൂക്കിയിട്ടിട്ടുണ്ട്. താമരയുടെ ആകൃതിയിലാണ് കേട്ടോ ഇവിടെ ഈ ആശ്രമം പണിതിരിക്കുന്നത്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡിലൊക്കെ ചെറു സ്ഥലങ്ങളിലാട്ടോ അവർ താമസിക്കുന്നതൊക്കെ. ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതമാണെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ പുരുഷന്മാരെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് അവർ അതുപോലെ വെള്ള ഡ്രസ്സ് ഇട്ട് അതേപോലെ തോർത്തുമുണ്ടും അതുപോലെ മുണ്ടെല്ലാം ധരിച്ചിട്ടാണ് അവർ നടക്കുന്നത്. ഇവരൊക്കെ ഈ ഇവിടുത്തെ അന്തേവാസികളാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എനിക്കിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സാമ്യമുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നി. എന്തായാലും അദ്ദേഹം ജനിച്ചത് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇവർക്ക് തിരുവനന്തപുരത്തുണ്ട് ഇതേപോലെ ഒരു ട്രസ്റ്റ്. പിന്നെ ഇപ്പോൾ ദുബായിൽ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ വന്ന് കണ്ട് ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സംഭവം കേട്ടോ ഇതൊക്കെ. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കുറച്ചും കൂടി നേരെ ഇരുട്ടി കഴിയുമ്പോഴത്തേക്കും വരുന്ന കേട്ടോ നല്ലത്. കാരണം ഇപ്പോൾ ഇച്ചിരി വെളിച്ചമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും അത്ര ക്ലിയർ അല്ല. ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ലൈറ്റിൻ്റെ ഭംഗിയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല.